പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതാ ഇന്ധനവില കൂട്ടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ. നയാര എന്ന സ്വകാര്യ പെട്രോൾ കമ്പനി ഇപ്പോൾ പെട്രോളിന് വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ പൊതുമേഖലയിൽ നിലനിൽക്കുന്ന സർക്കാരിൻ്റെ ഭാഗത്ത്, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് പ്രീമിയം പെട്രോളിന് ഇതിനകം തന്നെ വില കൂട്ടി. ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിയുന്നതിനോടുകൂടി ഒരു പക്ഷേ ഈ പെട്രോളിൻ്റെ വില, ഇന്ധനവില വർദ്ധിപ്പിച്ചേക്കും എന്ന സൂചന കൂടിയാണ് ഈ നയാരയുടെ ഇന്ധനവില വർദ്ധിപ്പിച്ചതിലൂടെ മനസ്സിലാക്കേണ്ടത്. സമഗ്ര വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഫെമിന ചേരുകയാണ്. ഫെമിന, ഇപ്പോൾ വില വർദ്ധിപ്പിച്ചത് എത്ര രൂപയാണ് നയാര? രാജ്യത്ത് കഴിഞ്ഞ ഏറ്റവും രണ്ടാമത്തെ സ്വകാര്യ എണ്ണ കമ്പനിയായിട്ടുള്ള നയാര എനർജിയാണ് ഇപ്പോൾ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പെട്രോളിന് ലിറ്ററിന് 5.30 പൈസയും അതുപോലെ തന്നെ ഡീസൽ ലിറ്ററിന് 3 രൂപയുമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പെട്രോൾ വില ഈ വർധനവിലൂടെ ഏകദേശം 107 രൂപയിലേക്ക് എത്തുമെന്നും ഡീസലിന് ഏകദേശം 97 രൂപയോളം 97 രൂപയായും വർദ്ധിച്ചേക്കാം. ഈ പശ്ചിമേഷ്യയിലെ യുദ്ധ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വില വർധന ഉണ്ടായിരിക്കുന്നത്. കാരണം ഫെമിന, ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണയ്ക്കോ മറ്റും ഒരു പ്രതിസന്ധിയും ഇല്ല എന്നാണ് കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ പറയുന്നത്. പൊതുമേഖലയിലുള്ള പ്രീമിയം പെട്രോളിന്റെ വില ഇതിനകം തന്നെ വർദ്ധിപ്പിച്ചു. ഇപ്പോൾ ഇതാ സ്വകാര്യ എണ്ണ കമ്പനിയായ നയാരയാണ് ഇത്രയധികം വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ തുടർന്ന് ഒരുപക്ഷെ ഇലക്ഷൻ കൊണ്ട് ഹോൾഡ് ചെയ്തിരിക്കുകയാകാം. ഇലക്ഷൻ കഴിയുന്നതോടുകൂടി പൊതുമേഖലയിൽ ഉള്ള എണ്ണ കമ്പനികളും വില വർദ്ധിപ്പിച്ചേക്കാം എന്ന സൂചന തന്നെയാണ് ഇതുവഴി വ്യക്തമാകുന്നത്. കാരണം പൊതുമേഖലയിലുള്ള പ്രീമിയം പെട്രോളിന്റെ വില വർദ്ധിപ്പിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇപ്പോൾ നയാര എന്ന സ്വകാര്യ എണ്ണ കമ്പനിയാണ് ഇപ്പോൾ ഇത്ര രൂപ അധികം പെട്രോളിനും ഡീസലിനും വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഫെമിന, അതെ, തീർച്ചയായും ആഗോള തലത്തിൽ തന്നെ നേരത്തെ തടസ്സങ്ങൾ നേരിട്ടിരുന്നു. ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ വ്യാപാരത്തിന് വലിയ ഉപരോധങ്ങളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ രാജ്യത്ത് ഇന്ധനക്ഷാമം ഇല്ലെന്നും സ്റ്റോക്ക് മതിയായിട്ടുണ്ട് എന്നുമൊക്കെയായിരുന്നു കേന്ദ്ര സർക്കാർ അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ടാണ് ഇപ്പോൾ നയാര, രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ എണ്ണ കമ്പനികളിൽ ഒന്നായിട്ടുള്ള, സ്വകാര്യ എണ്ണ കമ്പനികളിൽ ഒന്നായിട്ടുള്ള നയാര ഇത്തരത്തിൽ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായും രാജ്യത്തെ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ എണ്ണ കമ്പനികളും വില വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും എന്ന തരത്തിൽ ഒരു സംശയവുമില്ല. നയാരയ്ക്ക് പിന്നാലെ റിലയൻസ്, BP തുടങ്ങിയിട്ടുള്ള മറ്റ് സ്വകാര്യ ഇന്ധന വിതരണക്കാരും സമാന രീതിയിൽ വില വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. തീർച്ചയായും രാജ്യത്തെ സാധാരണക്കാരെ വളരെ ഗുരുതരമായിട്ട് ബാധിക്കും. പ്രത്യേകിച്ച് നയാര എനർജിക്ക് ഇന്ത്യയിലുടനീളം 6000-ലധികം പെട്രോൾ പമ്പുകളാണുള്ളത്. അതുകൊണ്ട് ഈ ഒരു വില വർധനവ് രാജ്യത്തെ വലിയ ഒരു വിഭാഗം ഉപഭോക്താക്കളെ ബാധിക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇപ്പോൾ വില വർദ്ധിപ്പിച്ചിട്ടില്ല. എന്നാൽ വരും ദിവസങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്ത് ഇന്ധനക്ഷാമം നേരിടാനും അതുപോലെ തന്നെ ഈ പെട്രോളിനും ഡീസലിനും വലിയ തരത്തിൽ വില വർദ്ധിക്കാനുമുള്ള സാധ്യതയാണ് കാണുന്നത്.